ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കായ വൻപയർ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു തോരനാണ്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമുക്ക് കുറച്ച് കാ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് ഒരു വാഴ ഒടിഞ്ഞ് വീണ് കുറേ കായ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ കായും വൻപയറും കൂടെ വെച്ച് നമുക്ക് നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് ആദ്യം കായ അരിഞ്ഞെടുക്കാം. അരിയുന്നത് അതിൻ്റെ തൊലിയെല്ലാം ആദ്യം ഇങ്ങനെ കളഞ്ഞിട്ട് തൊലിയെല്ലാം ഉരിക്കളയുക. പിന്നെ കായ ഇങ്ങനെ നാലായിട്ട് മുറിക്കണം. കായ ഇങ്ങനെ നാലായിട്ട് മുറിച്ചിട്ട് ചെറുതായിട്ട് വെള്ളത്തിനകത്തോട്ടാണ് അരിഞ്ഞിടുന്നത്, അതിൻ്റെ കറയൊക്കെ പോകാൻ വേണ്ടി. കണ്ട, ഇങ്ങനെ നാലായിട്ട് മുറിച്ച് ഇടുക. അങ്ങനെ ഞാനിതെല്ലാം തോരൻ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ പച്ചക്കായെല്ലാം വെള്ളത്തിനകത്തോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് കല്ലുപ്പൂടെ ചേർത്തിട്ടിട്ടുണ്ട്, നല്ലപോലെ കറയൊക്കെ പോകാൻ വേണ്ടിയാണ് കേട്ടോ. കല്ലുപ്പൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് വെക്കണേ. ആ കറയൊക്കെ പോട്ടെ. നല്ല ഈ പച്ച വാഴക്കായിലേ നല്ലപോലെ കറയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കിടക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് വൻപയർ കുക്കറിൽ നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ വൻപയറാണെങ്കിൽ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചതാണ്. കുറഞ്ഞതൊരു 6 മണിക്കൂറെങ്കിലും വൻപയർ കുതിർത്ത് വെക്കണം. അത് ഞാൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. നല്ലപോലെ കഴുകി അരിച്ചെടുത്ത വൻപയർ കുതിർത്തതാണ് ഞാൻ കുക്കറിലോട്ട് ഇടുകയാണ്. ഇനി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉപ്പ്. ഈ വൻപയർ വേകാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണേ. വൻപയറിന് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കണം വേകാൻ വേണ്ടി. വെച്ചിട്ട് ഒരു 5 വിസിൽ കേൾക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 5 വിസിൽ കേട്ടതിന് ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്യാം. 5 വിസിൽ കേട്ടതിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കറയെല്ലാം നല്ലപോലെ പോയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് കഴുകിയെടുക്കാം. കണ്ടോ, ഇതിൻ്റെ ആ കറയെല്ലാം പോയ കായാണ്. ഉപ്പ് വെള്ളത്തിൽ ഇട്ട് ഒരു 10-15 മിനിറ്റ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. കായെല്ലാം നല്ലപോലെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാ വേവിച്ചെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടി നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വരുമ്പോൾ നമുക്ക് 2-3 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാവേ. കൂടെ തന്നെ കായും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ഉപ്പുകൂടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ വൻപയറിനകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കായിലും ഒരു 1/4 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് വേകാൻ ആവശ്യത്തിന് ഒരു 1/2 ഗ്ലാസ് വെള്ളം വേണം. അപ്പോൾ നമുക്ക് കുക്കറിൻ്റെ ആവി പോയിട്ടുണ്ടെങ്കിൽ അത് തുറന്നിട്ട് നമ്മൾ വെന്ത വെള്ളമാണ്, വൻപയർ വെന്ത വെള്ളമാണ്. ആ വെള്ളം നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. വൻപയർ ചേർക്കേണ്ട, വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് കായിരുന്ന് വേകട്ടെ, മൂടി വെച്ചേക്കാം. കാ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തോരനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ ഫുൾ എടുത്തിട്ടില്ല, ആവശ്യത്തിന് തേങ്ങ, പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി, 2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കണം. ഇതെല്ലാം കൂടെ ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം നമുക്ക്. തേങ്ങ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ വേണം തേങ്ങ ചതച്ചെടുക്കേണ്ടത്. ഇടയ്ക്ക് നമ്മുടെ കായൊന്ന് ഇളക്കി കൊടുക്കണേ. ഇതിനകത്ത് ചേർത്തേക്കുന്നത് ആ വൻപയർ വെന്ത വെള്ളമാണ്. നമ്മുടെ കായെല്ലാം നല്ലപോലെ വെന്ത് കാണും കേട്ടോ. ഈ സമയത്ത് നമുക്ക് വൻപയറും കൂടി ഇട്ട് കൊടുക്കാവേ.
വൻപയറും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ കായും വൻപയറും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കറക്റ്റ് പരുവാണ്. അങ്ങനെ നമ്മുടെ വൻപയർ കാത്തോരൻ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ഹെൽത്തിയുമാണ് ഈ തോരൻ. വൻപയറും നമ്മുടെ നാടൻ കായും അല്ലേ, നല്ല ഹെൽത്തി തോരനാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും തോരൻ ഉണ്ടാക്കി നോക്കണം. എനിക്ക് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.